സ്റ്റോറി ശിവ. പ്രസൻറ്റേഷൻ ഫസ്ന ഫസൽ. എഡിറ്റിംഗ് ഫസലുദ്ദീൻ VI. പുനർവിവാഹം. രാഖി തന്നെ ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് സാവിത്രി തിരിച്ചു പറഞ്ഞു. സാവിത്രി ഒന്ന് ഇറങ്ങി പോകുന്നുണ്ടോ? അതുവരെ ഉള്ളിലുണ്ടായിരുന്ന സങ്കടവും ദേഷ്യവും എല്ലാം പുറത്ത് കാട്ടിക്കൊണ്ട് കല്യാണി പറഞ്ഞു. സാവിത്രി അരിശത്തോടെ അവളെ ഒന്ന് നോക്കിയ ശേഷം മുറിക്ക് പുറത്തേക്ക് ഇറങ്ങി. നീ എന്നാ ഡോറടച്ച്? കല്യാണി രാഖിയുടെ നേർക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. രാഖി എഴുന്നേറ്റ് എന്ന് ഡോറടച്ച് കുറ്റിയിട്ട ശേഷം കല്യാണിയുടെ അടുത്തേക്ക് തിരികെ വന്നിരുന്നു. മുറിക്ക് പുറത്ത് സാവിത്രിക്കാണെങ്കിൽ ഇരുന്നിട്ട് ഇരിപ്പുറയ്ക്കുന്നുണ്ടായിരുന്നില്ല. ഈ വിവാഹം മുടക്കാൻ വേണ്ടി കല്യാണിയും രാഖിയും കൂടി എന്തെങ്കിലും പ്ലാൻ ചെയ്യുമോ എന്നൊരു ഭയം അവരുടെ ഉള്ളിൽ തോന്നാതിരുന്നില്ല. കാരണം ഇത്തരം സിറ്റുവേഷൻസ് വരുമ്പോൾ സിനിമയിലൊക്കെ നായികയെ സഹായിക്കുന്നത് മിക്കവാറും കൂട്ടുകാരികളൊക്കെ ആവുമല്ലോ. സിനിമയിൽ മാത്രമല്ല, ചിലപ്പോൾ ജീവിതത്തിലും അങ്ങനെയൊക്കെ തന്നെയാണല്ലോ. നേരം കടന്നുപോയിക്കൊണ്ടിരുന്നു. സാവിത്രി ഇടയ്ക്കിടെ കതകിനടുത്തേക്ക് പോയി ചെവി വട്ടം പിടിച്ച് ശ്രദ്ധിച്ചു നിന്നു, രാഖിയുടെയും കല്യാണിയുടെയും സംസാരം കേൾക്കാനായിട്ട്. പക്ഷെ മുറിയിൽ ഫാൻ ഇട്ടിരുന്നത് കൊണ്ട് അകത്തെ സംസാരമൊന്നും അവർക്ക് വ്യക്തമായി കേൾക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. കുറച്ച് സമയത്തിന് ശേഷമാണ് രാഖി കതക് തുറന്ന് മുറിക്ക് പുറത്തേക്ക് ഇറങ്ങിയത്. രാഖിയെ കണ്ടതും ഹാളിലിരുന്ന സാവിത്രി അമ്മയുടെ മുഖം കറുത്തു. ഓ, കഴിഞ്ഞോ രഹസ്യം പറച്ചില്? എന്തായിരുന്നു രണ്ടിന് ഇതിനു മാത്രം പറയാനുണ്ടായ? സാവിത്രി പുച്ഛത്തോടെ തിരക്കി. പ്രത്യേകിച്ചൊന്നുമില്ല. സാവിത്രിയമ്മയെ തട്ടിക്കളയാൻ അവൾക്കൊരാഗ്രഹം. എന്നോട് അതിന് പറ്റിയ വഴി ചോദിക്കുമായിരുന്നു. ഞാൻ എന്നിട്ടൊരു വഴി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അവൾക്കും അത് ഇഷ്ടമായി. എന്തായാലും സാവിത്രിയമ്മ ഒന്ന് സൂക്ഷിക്കുന്ന നല്ലതാണ്. ഉള്ളിൽ ചിരിച്ചും പുറമേ ഗൗരവം കാട്ടിയും രാഖി പറഞ്ഞു. സാവിത്രിയുടെ മുഖം കടന്നൽ കുത്തിയതുപോലെയായി. ദേഷ്യം കൊണ്ട് അവരുടെ ചുണ്ടുകൾ വിറപൂണ്ടു. രാഖി പുറത്തേക്ക് നടന്നു. ഇനി ഇവളെ കൂടി വീട്ടിൽ കയറ്റാതിരുത്തിയാലേ എനിക്ക് സമാധാനാവും. മുറ്റത്തേക്ക് ഇറങ്ങിപ്പോകുന്ന രാഖിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു തിരിഞ്ഞതും തൊട്ടു പിന്നിലായി നിന്നിരുന്ന കല്യാണിയെ കണ്ട് സാവിത്രി അറിയാതെ ഞെട്ടിപ്പോയി. ദേഷ്യം കൊണ്ട് ചുവന്ന കല്യാണിയുടെ മുഖം കണ്ടതും രാഖി അല്പം മുമ്പ് പറഞ്ഞത് സാവിത്രി ഓർത്തു. അവരുടെ ഉള്ളിൽ തെല്ലൊരു ഭയം തോന്നാതിരുന്നില്ല. അങ്ങേര് പ്ലെയിനൊന്നുമല്ലല്ലോ ഓടിക്കുന്നത്, ലോറിയല്ലേ? എന്നിട്ടാണോ അങ്ങേർക്ക് ഓട്ടോക്കാരോട് ഇത്ര പുച്ഛം? ഹാളിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ട് കാർത്തി ദേഷ്യത്തിൽ പിറുപിറുക്കുകയാണ്. കല്യാണിയുടെ വീട്ടിൽ വെച്ച് നടന്നതെല്ലാം മീനാക്ഷിയമ്മ കാർത്തിയോട് തുറന്നു പറഞ്ഞിരുന്നു. അതറിഞ്ഞപ്പോൾ മുതലുള്ള ദേഷ്യമാണ് അവന് ശ്രീധരനോട്. ഇടയ്ക്ക് ശ്രീധരനോട് രണ്ട് പറഞ്ഞിട്ട് വരാമെന്നും പറഞ്ഞ് സിറ്റ് ഔട്ട് വരെ അവൻ ഇറങ്ങിയതുമാണ്. പക്ഷേ അവന് പിന്നാലെ ചെന്ന് ഒരു വിധത്തിൽ മീനാക്ഷിയമ്മ അവനെ സമാധാനിപ്പിച്ച് തിരികെ ഹാളിലേക്ക് തന്നെ കൊണ്ടുവന്നു. എന്നിട്ടും ശ്രീധരൻ പറഞ്ഞ വാക്കുകൾ ഓർക്കുന്തോറും കാർത്തിക്ക് ദേഷ്യം ഇരമ്പി കയറുന്നുണ്ടായിരുന്നു. മീനാക്ഷിയമ്മ ആവട്ടെ സോഫയിൽ ഒരു കൈക്ക് മുകളിലായി തല വച്ച് ചെരിഞ്ഞു കിടക്കുകയാണ്. ശ്രീധരൻ പറഞ്ഞ വാക്കുകളായിരുന്നു അവരുടെ മനസ്സ് നിറയെ. അപ്പോൾ അവരുടെ ഹൃദയം കീറി മുറിച്ച വാക്കുകൾ. കല്യാണിമോൾക്ക് നല്ലൊരു ജീവിതം കിട്ടിയ മറ്റാരെക്കാളും സന്തോഷിക്കുന്നത് താനായിരിക്കും. അല്ലാതെ അത് മുടക്കാൻ മാത്രം ദുഷിച്ച മനസ്സൊന്നും എനിക്കില്ല, മീനാക്ഷിയമ്മ ആരോടൊന്നില്ലാതെ പറഞ്ഞു. ഓട്ടോ വീട്ടുമുറ്റത്ത് നിർത്തി കാശിനാഥൻ അതിൽ നിന്നും ഇറങ്ങി. അവൻ്റെ മുഖം ദേഷ്യം കൊണ്ട് വരിഞ്ഞു മുറുകിയിരുന്നു. ഓട്ടോയുടെ ശബ്ദം കേട്ടപാടെ തന്നെ മീനാക്ഷിയമ്മ സോഫയിൽ എഴുന്നേറ്റിരുന്നു. നടന്നതൊന്നും കാശിനാഥനോട് പറയരുതെന്ന് ഒരു താക്കീത് കാർത്തിക്ക് കൊടുക്കുകയും ചെയ്തു. ഹാളിലേക്ക് കയറിയ പാടെ കാശിനാഥൻ കയ്യിലിരുന്ന ഓട്ടോയുടെ താക്കോൽ ദേഷ്യത്തോടെ ഡൈനിങ് ടേബിളിന് പുറത്തേക്ക് വലിച്ചെറിഞ്ഞു. എയറിൻ്റെ ശക്തിയിൽ അത് ടേബിളിൽ നിന്ന് തെന്നി താഴേക്ക് വീഴുകയും ചെയ്തു. കാർത്തിയും മീനാക്ഷിയമ്മയും പരസ്പരം ഒന്ന് നോക്കി. കാശിനാഥൻ എല്ലാം അറിഞ്ഞു കാണുമോ എന്നുള്ളൊരു ഭയം ഇരുവരുടെയും മുഖത്ത് നിഴലിച്ചു. എന്താടാ, എന്തോ പറ്റി? സോഫയിൽ നിന്ന് എഴുന്നേറ്റുകൊണ്ട് മീനാക്ഷിയമ്മ കാശിനാഥനോടായി ചോദിച്ചു. കാശിനാഥൻ ദേഷ്യത്തിൽ കടപ്പല് ഞെരിച്ചു. അമ്മ അപ്പുറത്ത് അങ്ങേരോട് പോയി എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? കാശിനാഥൻ്റെ ചോദ്യം കേട്ടതും മീനാക്ഷിയമ്മ ഒന്ന് ഞെട്ടി. ശ്രീധരനെയാണ് കാശിനാഥൻ ഉദ്ദേശിച്ചതെന്ന് മീനാക്ഷിയമ്മയ്ക്കും മനസ്സിലായി. ഇല്ലടാ, എന്താ കാര്യം? ഒന്നും അറിയാത്ത ഭാവത്തിൽ മീനാക്ഷിയമ്മ മറുപടി പറഞ്ഞു. എന്നാ അങ്ങേരുടെ തലയിൽ നെല്ലിക്കാത്തളം വയ്ക്കേണ്ട സമയമായി, കാശിനാഥൻ കലിപ്പോടെ പറഞ്ഞു. നീ എന്തൊക്കെയായി പറയുന്നേ? ശ്രീധരേട്ടനെ എന്തു പറഞ്ഞു എന്ന്? ഒന്ന് പറയടാ,
ഓട്ടം കഴിഞ്ഞ് ഇങ്ങോട്ട് വരുന്ന വഴി അങ്ങേരെന്നെ വഴി തടഞ്ഞു നിർത്തി വായി തോന്നിയതൊക്കെ പറഞ്ഞു. അമ്മയും ഞാനും കൂടി അങ്ങേരുടെ മോളെ വശത്താക്കാൻ നോക്കിയെന്നൊക്കെ. എന്നിട്ട് നീ എന്തു പറഞ്ഞു? മീനാക്ഷി അമ്മ തെല്ലൊരു പേടിയോടെ ചോദിച്ചു. പറയാനല്ല, മതിലിൽ ചേർത്ത് നിർത്തി രണ്ടെണ്ണം പൊട്ടിക്കാനാണ് എനിക്ക് തോന്നി. പിന്നെ പ്രായത്തിന് മൂത്തല്ലേന്ന് കരുതി ഒന്നും മിണ്ടാതെ ഞാനിങ്ങ് പോന്നു. കാശിനാഥൻ അതും പറഞ്ഞുകൊണ്ട് അമ്മയുടെ മുഖത്തേക്ക് നോക്കി. പ്രശ്നമൊന്നും ഉണ്ടായില്ലല്ലോ എന്നോർത്ത് ആ മുഖത്ത് ആശ്വാസത്തിൻ്റെ നേർത്ത തെളിച്ചം വീണത് അവൻ കണ്ടു. ഒപ്പം അമ്മയുടെ കരഞ്ഞു കലങ്ങിയ കണ്ണുകളും അവൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അമ്മ കരഞ്ഞോ? കാശിയുടെ പെട്ടെന്നുള്ള ചോദ്യം കേട്ട് മീനാക്ഷിയമ്മ ഒന്ന് പതറി. ഇല്ലടാ. ഞാനെന്തിനാ കരയുന്നത്? കാശിയുടെ മുഖത്തേക്ക് നോക്കാതെ സോഫയിലേക്ക് ഇരുന്നുകൊണ്ട് മീനാക്ഷിയമ്മ പറഞ്ഞു. അമ്മ എന്നോട് കള്ളമൊന്നും പറയണ്ട, സത്യം പറ. അങ്ങേര് ഇവിടെ വന്ന് എന്തെങ്കിലും പറഞ്ഞു? ഇല്ലടാ. ശ്രീധരേട്ടൻ എന്തിനാ ഇങ്ങോട്ട് വരുന്നത്? അമ്മയുടെ മറുപടി കേട്ടിട്ടും അതിൽ വിശ്വാസം വരാതെ കാശിനാഥൻ കാർത്തിയുടെ മുഖത്തേക്ക് നോക്കി. ചോദ്യം തൻ്റെ നേർക്ക് വരുമെന്ന് മനസ്സിലാക്കിയ കാർത്തി പതിയെ റൂമിലേക്ക് പോവാൻ തുടങ്ങി. ഡാ നിൽക്കടാ അവിടെ. സത്യം പറഞ്ഞു, അങ്ങേര് ഇവിടെ വന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ? കാശിനാഥൻ്റെ ചോദ്യം കേട്ട് കാർത്തി മീനാക്ഷിയമ്മയെ ഒന്ന് പാളി നോക്കി. ഒന്നും പറയരുതെന്ന മട്ടിൽ മീനാക്ഷിയമ്മ അവനെ കണ്ണുകൊണ്ട് ആംഗ്യം കാണിച്ചു. ഇല്ലേട്ടാ, അവരെങ്ങും ഇങ്ങോട്ട് വന്നില്ല, കാർത്തി പറഞ്ഞു. പിന്നെന്തിനാ അമ്മ കരഞ്ഞേ? ഇനി നീ വല്ലതും പറഞ്ഞോ? ഞാനൊന്നും പറഞ്ഞില്ല. അമ്മ പഴയ കാര്യങ്ങൾ പറയുന്ന കൂട്ടത്തിൽ അച്ഛൻ്റെ കാര്യം പറഞ്ഞിരുന്ന് കരഞ്ഞതാ. പെട്ടെന്ന് വായിൽ വന്ന കള്ളം കാർത്തി പറഞ്ഞൊപ്പിച്ചു. കാശിനാഥന് അത് വിശ്വാസം വരികയും ചെയ്തു. കാരണം മീനാക്ഷിയമ്മ ഇടയ്ക്കിടെ പഴയ കാര്യങ്ങൾ പറഞ്ഞ് കരയാറുള്ളത് അവനും അറിയാം. ശരിയെന്നാ, ഞാനൊന്ന് ഫ്രഷായിട്ട് വരാം. അമ്മ കഴിക്കാൻ എന്തെങ്കിലും എടുക്കും. അതും പറഞ്ഞ് കാശിനാഥൻ മുറിയിലേക്ക് പോയി. വലിയൊരു ഭൂകമ്പം പ്രതീക്ഷിച്ച് ഭയത്തോടെ ഇരുന്ന മീനാക്ഷിയമ്മയുടെയും കാർത്തിയുടെയും മുഖത്ത് അതോടെ ആശ്വാസത്തിൻ്റെ നേർത്ത വെട്ടം വീണു. കൂപ്പിലേക്ക് പോകും മുമ്പ് ശ്രീധരൻ നേരെ പോയത് ബ്രോക്കർ നാണുവിനെ കാണാനായിരുന്നു. കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോൾ നാണു അയാളുടെ ഫോണിൽ അഭിഷേകിനെ വിളിച്ച ശേഷം ശ്രീധരൻ്റെ കയ്യിലേക്ക് ഫോൺ കൊടുത്തു. മോനെ, ഞാൻ വിളിച്ചത് കല്യാണത്തിൻ്റെ കാര്യം സംസാരിക്കാനാണ്. മോളുടെ ജാതകം വേണ്ടേ? നാണുവിൻ്റെ കയ്യിൽ കൊടുത്തു വിട്ടാൽ മതിയോ? ശ്രീധരൻ ചോദിച്ചു. എൻ്റെ അങ്കിളെ, എനിക്ക് ഈ ജാതകത്തിലൊന്നും വലിയ വിശ്വാസമൊന്നുമില്ല. അതിലൊന്നും ഒരു കാര്യമില്ലെന്നേ. നമുക്ക് വെച്ച് താമസിപ്പിക്കാതെ ഏതെങ്കിലും ഒരു അമ്പലത്തിൽ വെച്ച് താലികെട്ടങ്ങ് നടത്താം. അതെങ്ങനെയാ മോനെ മുഹൂർത്തമൊന്നും നോക്കാതെ കല്യാണം നടത്തുന്നത്? മാത്രമല്ല പെട്ടെന്നൊക്കെ നടത്തണമെന്ന് പറഞ്ഞാൽ എങ്ങനെയാ? എനിക്ക് കുറച്ച് സമയം വേണം. എല്ലാവരെയും കല്യാണത്തിനൊക്കെ ക്ഷണിക്കണ്ടേ? പോരാത്തതിന് മോൻ്റെ വീട്ടുകാർക്ക് എൻ്റെ മോളെ വന്നൊന്ന് കാണുകയും വേണ്ടേ? ശ്രീധരൻ പറഞ്ഞു. എൻ്റെ വീട്ടുകാരുടെ കാര്യം ഞാൻ മുമ്പ് പറഞ്ഞതല്ലേ അങ്കിളെ. അവർക്ക് ഈ ബന്ധത്തിൽ തീരെ താല്പര്യമില്ല. വിവാഹമൊക്കെ കഴിഞ്ഞിട്ട് വേണം അവരെ ഒന്ന് ഓക്കെയാക്കിയെടുക്കാൻ. പിന്നെ എല്ലാവരെയും ക്ഷണിച്ചുള്ള കല്യാണമൊന്നും വേണ്ടെന്നേ. അങ്കിളും ആൻറ്റിയും എൻ്റെ 3-4 സുഹൃത്തുക്കളും മാത്രം മതി കല്യാണത്തിന്, അഭിഷേക് പറഞ്ഞു. അത് ശരിയാവില്ല മോനെ. എനിക്കാകെ കൂടി ഒരു മോളല്ലേ ഉള്ളൂ. അവളുടെ കല്യാണം നാടടക്കം വിളിച്ച് സദ്യ കൊടുത്ത് നടത്തണമെന്നാണ് എൻ്റെ ആഗ്രഹം. ശ്രീധരൻ അയാളുടെ ഉള്ളിലെ ആഗ്രഹം തുറന്നു പറഞ്ഞു. അത് പിന്നീട് നമുക്കൊരു ഫംഗ്ഷൻ വെച്ചാൽ പോരെ, അഭിഷേക് പറഞ്ഞു. ശ്രീധരൻ അതിന് മറുപടിയൊന്നും പറഞ്ഞില്ല. ഒരു കാര്യം ചെയ്യും, അങ്കിള് വീട്ടിൽ ചെന്ന് ആൻറ്റിയോടൊന്ന് ആലോചിച്ചിട്ട് എന്നെ വിളിക്കും. ഇപ്പോൾ ഞാൻ കുറച്ച് തിരക്കിലാണ്. ശ്രീധരൻ മറുപടിയൊന്നും പറയുന്നില്ലെന്ന് കണ്ടതും അഭിഷേക് അത്രയും പറഞ്ഞുകൊണ്ട് കോള് കട്ടാക്കി. കഴിച്ചിട്ട് ഇറക്കാനും മധുരിച്ചിട്ട് തുപ്പാനും വയ്യാത്ത അവസ്ഥയിലായിരുന്നു ശ്രീധരൻ. അപ്പോൾ അഭിഷേക് പറഞ്ഞതിനെ എതിർക്കാനും കഴിയുന്നില്ല, അനുകൂലിക്കാനും കഴിയുന്നില്ല. നേരം ഉച്ചയോടടുത്തിരുന്നു. അഭിഷേക് ഓഫീസിൽ ഫയൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ടേബിളിലിരുന്ന ലാൻഡ് ഫോൺ റിങ് ചെയ്തത്. ഫയൽ താഴെ വെച്ച് അഭിഷേക് കോൾ അറ്റൻഡ് ചെയ്തു. റിസപ്ഷനിസ്റ്റ് ഹേമയായിരുന്നു വിളിച്ചത്. സർ, സാറിനെ കാണുമെന്നും പറഞ്ഞ് 3 പേര് വന്നിട്ടുണ്ട്, ഹേമ പറഞ്ഞതും അഭിഷേക് ക്യാബിനിലെ CCTV മോണിറ്ററിലേക്ക് നോക്കി. പരിചയമില്ലാത്ത 3 പേര്. ആണുങ്ങളാണ്. ജീൻസും ഷർട്ടുമാണ് മൂവരുടെയും വേഷം. കണ്ട ലോക്കൽസ് ആയിട്ടാണ് അഭിഷേകിന് തോന്നിയത്. എന്തിനാ ഇവർ വന്നതെന്ന് ചോദിച്ചില്ലേ? ചോദിച്ചു സർ. അവർക്കെന്തോ സാറിനോട് പേഴ്സണലായിട്ട് സംസാരിക്കാനുണ്ടെന്നാണ് പറഞ്ഞു.
ഹേമ മറുപടി പറഞ്ഞു. ശരി, അവരോട് അകത്തേക്ക് വരാൻ പറ. ഒരു നിമിഷം എന്തോ ഓർത്ത ശേഷം അഭിഷേക് പറഞ്ഞു. ഓക്കെ സർ. ഹേമ കോൾ കട്ട് ചെയ്തു. പിന്നെ വന്നവരോട് അകത്തേക്ക് പൊയ്ക്കോളാൻ പറഞ്ഞു. ഒപ്പം അഭിഷേകിൻ്റെ ക്യാബിനിലേക്കുള്ള വഴി പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. ലിഫ്റ്റ് ഉണ്ടായിട്ടും അതിൽ കയറാതെ 3 പേരും സ്റ്റെയർ കയറി 2ാമത്തെ നിലയിലെത്തി. അവിടെ നിന്നും ഇടതുവശത്തായി അല്പം മാറി അഭിഷേകിൻ്റെ ക്യാബിൻ കണ്ടു. വലതുവശത്ത് അഭിഷേകിൻ്റെ അമ്മ പത്മിനിയുടെ ക്യാബിനാണ്. അവർ ഓഫീസിൽ വന്നിട്ടുണ്ടായിരുന്നില്ല. ഡോറിൽ മെല്ലെ ഒന്ന് മുട്ടിയ ശേഷം വന്ന 3 പേരും കൂടി അകത്തേക്ക് കയറി. വരൂ, ഇരിക്കൂ. അവരെ കണ്ട പാടി ഒരു പുഞ്ചിരിയോടെ അഭിഷേക് അവനെ എതിർവശത്തായി കിടന്നിരുന്ന കസേരകളിൽ ഇരിക്കാൻ അവരോടായി പറഞ്ഞു. 3 ഓരോ കസേരകളിലായിരുന്നു. 3 പേരുടെ മുഖത്തൊരു ഗൗരവം നിറഞ്ഞിരുന്നു. അവരാ ക്യാബിൻ ഒന്ന് കണ്ണോടിച്ചു നോക്കി. മേശയിൽ കുറേ ഫയൽസ് ഉണ്ട്. ക്യാബിൻ്റെ ഒരു മൂലയ്ക്ക് മുകളിലായി CCTV ക്യാമറ വച്ചിട്ടുണ്ട്. ഒപ്പം താഴെ ഭിത്തിയിൽ ഒരു CCTV മോണിറ്ററും. നിങ്ങൾക്ക് എന്നോട് എന്തോ പേഴ്സണലായിട്ട് പറയാനുണ്ടെന്ന് പറഞ്ഞു. എന്താ കാര്യം? പേന വിരലുകൾക്കിടയിൽ വെച്ച് തട്ടിക്കളിച്ചുകൊണ്ട് അഭിഷേക് ചോദിച്ചു. പറയാം, ആദ്യം ഞങ്ങളെ നിന്നെ ശരിക്കൊന്ന് കാണട്ടെ. നടുക്കിരുന്ന ചുവപ്പ് ഷർട്ടിട്ട ആൾ ധാർഷ്ട്യത്തോടെ പറഞ്ഞു. എന്താ, എന്നെ സിനിമയിലെടുക്കാൻ വല്ല ഉദ്ദേശമുണ്ടോ? അഭിഷേക് പരിഹാസ രൂപേണ ചോദിച്ചു. സിനിമയിലേക്കല്ല, നിന്നെ കുഴിയിലേക്ക് എടുക്കാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. സൈഡിലിരുന്ന കറുപ്പ് ചെക്ക് ഷർട്ടിട്ട അയാൾ പറഞ്ഞു. ഓ, അതൊന്നും നിങ്ങളെക്കൊണ്ട് നടക്കുന്ന കാര്യമല്ല. എനിക്കിവിടെ കുറച്ച് തിരക്കുള്ള സമയമാണ്. വന്ന കാര്യം പറഞ്ഞിട്ട് മക്കൾ പോകാൻ നോക്ക്. അഭിഷേകിൻ്റെ സ്വരം കടുത്തു. തുടരും.